മൂന്നാം പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 16-ന് പരിഗണിക്കാൻ മാറ്റിവെച്ചു. കോടതി നടപടിക്ക് ശേഷം രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. അതേസമയം അതിജീവിതയ്ക്ക് എതിരെ കൊടിയ സൈബർ ആക്രമണമാണ് നടക്കുന്നത്. കേസെടുക്കാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. AR ക്യാമ്പിലേക്ക് എത്തിച്ച ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതിഷേധങ്ങളും കൂകുവിളി, ചീമൊട്ടയേറ് ഇതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് പോലീസിന്റെ കനത്ത വലയത്തിലും നേരിടേണ്ടി വരുന്നു ഈ ദിവസവും എന്നുള്ളത് എടുത്ത് പറയുകയാണ്. ഈ മൂന്നാം കേസ് രാഹുലിനുണ്ടാക്കുന്ന കുരുക്ക് എത്രത്തോളം ആഴത്തിലുള്ളതാണ്. ഒപ്പം ഈ സൈബർ അറ്റാക്ക് അത് പുതിയ കാര്യമല്ല. വീണ്ടും സൈബർ അറ്റാക്കിന് വിധേയമാകുന്ന ഇരകൾ, ആ ഇരകൾക്ക് എത്രമേൽ സംരക്ഷണം ഈ സർക്കാർ ഈ ഘട്ടത്തിൽ ഉറപ്പാക്കും, ഒരുക്കും എന്നുള്ളത് കൂടി നമ്മൾക്ക് ആഴത്തിൽ പരിശോധിക്കണം. EV ഉണ്ണികൃഷ്ണനും ആര്യപ്പയും തത്സമയം ന്യൂസ് ഡെസ്കിലും ചേരുകയാണ്. ഈ കേസിനെ കുറിച്ചൊന്ന് പരാമർശിച്ചപ്പോൾ ഈ കേസ് ഉണ്ടാക്കുന്ന കുരുക്ക് എത്രത്തോളമുണ്ട്? കാരണം ഇന്നിപ്പോൾ വിദഗ്ധരായ അഭിഭാഷകരാണ് ശാസ്ത്രമംഗല രാജ്യത്ത് ഉൾപ്പെടെയുള്ളവർ നമുക്കറിയാം. അതിലടക്കം ഈ കേസിന്റെ മെറിറ്റ് സംബന്ധിച്ചും ഇതിന്റെ തെളിവുകൾ സംബന്ധിച്ചും വലിയ സംശയങ്ങൾ ഉന്നയിച്ചു. കസ്റ്റഡിയിൽ വിടാനുള്ള സാഹചര്യമില്ല, ജാമ്യം അനുവദിക്കണമെന്നതിലേക്കടക്കം മൂവ് ചെയ്യുകയാണ്. പക്ഷേ അത് മുഖവിലയ്ക്ക് കോടതിക്ക് എടുക്കാൻ കഴിയില്ല. കാരണം CJMലേക്ക് മൂവ് ചെയ്യേണ്ട അടക്കമുള്ള വലിയ ആഴത്തിലുള്ള എവിഡൻസ് അടക്കം വന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. ഇത് രാഹുലിനെ കുരുക്കുമോ മുൻ 2 കേസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ? ഇതുവരെയും നമുക്ക് വന്ന എല്ലാ പരാതികളുടെയും മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. എങ്കിലും നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും പരാതികളിൽ നിന്ന് മാധ്യമങ്ങളിലേക്ക് ലഭിച്ച വിവരവും മൂന്നാമത്തെ പരാതിയിൽ നിന്ന് ലഭിച്ച വിവരവും വെച്ച് നോക്കുമ്പോൾ മൂന്നാമത്തത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. ലീഗലി കുറച്ചും കൂടി രാഹുൽ മാങ്കൂട്ടത്തിന് ബുദ്ധിമുട്ടാകും. അദ്ദേഹം ജയിലിൽ തന്നെ തുടരാനും നിയമപരമായി അദ്ദേഹത്തിൻ്റെ ശിക്ഷയിലേക്ക് ഉൾപ്പെടെ പോകാനുള്ള കാര്യങ്ങൾ മൂന്നാമത്തേതിൽ ശാസ്ത്രീയ തെളിവ് ഉൾപ്പെടെ വരുന്നു. അത്രയും ശക്തമാണ് മൂന്നാമത്തെ കേസെന്നാണ് നമുക്ക് പുറമെ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരത്തിൽ തന്നെ മനസ്സിലാക്കുന്നത്. ഇനിയും എത്രത്തോളം തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട്, അതിജീവിതയ്ക്ക് എന്തൊക്കെ തെളിവുകൾ കൊടുക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. അതൊക്കെ വരുന്ന ഘട്ടത്തിൽ വരും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് കുറച്ചുകൂടി ശക്തമാണ്. അദ്ദേഹത്തിന് ഇനിയും നമ്മൾ പ്രതീക്ഷിക്കാതെയും ചിലപ്പോൾ ഒരുപാട് ഇനിയും പരാതികൾ വന്നേക്കാമെന്നതാണ് ഇപ്പോഴത്തെ മാഷ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 18 ഇനി വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞത്. 18. അതെ. അത്രയും രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് എന്തെങ്കിലും സൂചനകൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണല്ലോ ഇവർ ഇത്രയും. അതായത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ പോലും മുഖ്യമന്ത്രി സൂചന നൽകിയിട്ടുണ്ട്. കാണാമല്ലോ, ഇനിയും കേസുണ്ടല്ലോ. ഈ മൂന്നാമത്തെ പരാതി തന്നെ സത്യത്തിൽ ആരും അറിയില്ല, അല്ലെങ്കിൽ മാധ്യമങ്ങളിലേക്ക് വന്നിട്ടില്ല. അത്ര അതീവ രഹസ്യമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഇനിയും ഒരുപക്ഷെ പോലീസിൻ്റെ SITക്ക് മുന്നിൽ ഇത്തരം ആളുകളുണ്ടാകാം. അത് നിയമവശങ്ങളും തെളിവുകളൊക്കെ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണോ? മാത്രമല്ല ഒരു MLA ആണ്, നിലവിലും രാജിവെച്ചിട്ടില്ല, അല്ലെങ്കിൽ പുറത്താക്കി അയോഗ്യമാക്കുകയും ചെയ്തില്ല. ആ MLA ആണ് ഈ 3 ദിവസം പലയിടങ്ങളിലും ഇങ്ങനെ എഴുന്നള്ളിച്ച് പോലീസ് അകമ്പടിയുടെ കൊണ്ടുപോകുന്ന ആ ഒരു ദുര്യോഗമുണ്ടല്ലോ. അതിൽ സത്യത്തിൽ അതാണ് ഞാൻ കുറച്ചു മുമ്പ് ആലോചിച്ചത്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ കേരളത്തിലെ പ്രബല മുന്നണികൾ LDF ആയാലും UDF ആയാലും എന്തൊരു നിസ്സഹായതയാണ് അല്ലേ? ഒരു ചെറുപ്പക്കാരൻ ജനപ്രതിനിധിയായിട്ട് അദ്ദേഹം എല്ലാവരെയും വെല്ലുവിളിച്ച്, ഒരു സംവിധാനത്തേക്ക് വെല്ലുവിളിച്ച്, 2 രാഷ്ട്രീയ മുന്നണികളെയൊക്കെ വെല്ലുവിളിച്ച് അദ്ദേഹം ഇങ്ങനെ പോവുകയാണ്. രാജിവെക്കാൻ ഞാൻ സന്നദ്ധനല്ല. എന്തെങ്കിലും ചെയ്യാൻ ഇവർക്കാർക്കെങ്കിലും കഴിയുമോ? ധാർമ്മികമായി അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ഒരു നീക്കം നടത്താൻ LDFന് കഴിയുന്നില്ല. കാരണം നിയമപരമായ ഒരു പ്രശ്നമുണ്ട്, കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ല. പക്ഷേ എങ്കിൽ പോലും മൂവ് ചെയ്യാൻ പറ്റാത്ത വിധം ഇവരും പ്രതിരോധത്തിലാണ്. 1-2 ആരോപിതർ ഇപ്പുറത്ത് നിൽക്കുമ്പോൾ നിയമസഭയ്ക്ക് എങ്ങനെയാണ് എത്തിക്സ് കമ്മിറ്റിക്ക് മുമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മാത്രമായി ഒരു കേസ് വിചാരണ ചെയ്യാൻ പറ്റുക തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരു വല്ലാത്തൊരു രാഷ്ട്രീയത്തിലൊരു നിസ്സഹായാവസ്ഥ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നിസ്സഹായത അത് ആലോചിച്ചു. മാത്രമല്ല ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം ആളുകളെ ഒരു നേതൃനിലയിലേക്ക് റിക്രൂട്ട് ചെയ്തെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അവർ തന്നെ സ്വയം ആലോചിക്കണം. കാരണം 2 പ്രബലമായ പാർട്ടികളും നേതാക്കളും എന്താ ചെയ്യാന്ന് ഗോവിന്ദ മാഷ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. കോൺഗ്രസിന് കുറ്റം പറയാൻ ഇപ്പോൾ കോൺഗ്രസ് എന്താ ചെയ്യാ? ഗോവിന്ദ മാഷ് അവർക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധി പുറത്താക്കി കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് MLA ആണ്, ജനപ്രതിനിധി, അതേ ജനങ്ങൾ തിരഞ്ഞെടുത്താണ്. അയോഗ്യത അടക്കമുള്ള കാര്യങ്ങൾ അത്ര പെട്ടെന്ന് നമ്മൾ പറയുന്ന പോലെ ഒരു തീരുമാനത്തിലേക്ക് അടുപ്പിച്ചെടുക്കാൻ പറ്റില്ല. അതിന് ഒന്നാമത്തെ പ്രശ്നം അവർക്ക് പൊളിറ്റിക്കലി മൂവ് ചെയ്യാമായിരുന്നു. പക്ഷെ അതിനുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 2 പേരുണ്ട്, ഇടതുമുന്നണിക്കകത്ത് 2 പേരുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ആര്യവി, ഏറ്റവും കൂടുതൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം
അതിജീവിതകൾക്കുണ്ടാകുന്ന നേരിടേണ്ടി വരുന്ന ഒരു അറ്റാക്ക് ഉണ്ടല്ലോ, ഈ വല്ലാത്ത രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധിയായ ആളുകൾ, അത് എണ്ണം പറയാൻ കഴിയാത്തവണ്ണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഈ മൂന്നാമത്തെ പരാതി വരുമ്പോഴും കൺമുന്നിൽ കാണണം എന്ന് പറയുന്ന രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകൾ ഒട്ടനവധി. അതിൽ ഞാൻ പറയുന്ന പല പ്രൊഫൈലുകളും നോക്കി, ആ പ്രൊഫൈലൊക്കെ നമ്മളെ അന്തം വിടുന്ന, ഒരിക്കലും ഫേക്കല്ല, എല്ലാ സ്പഷ്ടമായ മുഖങ്ങളിൽ നിന്നും വനിതകൾ, അമ്മമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഇവരുടെയൊക്കെ ആവശ്യമാണ്. രാഹുൽ വീണ്ടും കരുത്തോടി വരുമെന്ന് പറയും. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ ഈ സൈബർ അറ്റാക്കിനെ കുറിച്ച് ആര്യപ്പിക്ക് എന്താണ് തോന്നുന്നത്? സീമകൾ ലംഘിച്ചു പോവുകയാണ്. ആദ്യത്തെ പരാതി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ കോൺഗ്രസിലെ ചില നേതാക്കൾ വരെയുണ്ടായിരുന്നു. AI ആണെന്നൊക്കെ പറയാൻ ശ്രമിച്ച നേതാക്കൾ കോൺഗ്രസിലുണ്ടായിരുന്നു. ഈ രണ്ടാമത്തെ പരാതി വന്നപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി കൂടെ നിന്നാൽ ശരിയാവില്ല എന്ന് ബോധ്യപ്പെട്ടു, അവർ പിന്മാറി. പക്ഷെ അപ്പോഴും രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ അന്നും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു. ഈ മൂന്നാമത്തെ പരാതി വന്നപ്പോൾ ഇന്ന് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രതികരണം ഒരു ശ്രീനാദേവി കുഞ്ഞമ്മ, CPI നേതാവായിരുന്നു, ഇപ്പോൾ മാറി കോൺഗ്രസിൽ നിന്ന് ജയിച്ചു എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗമായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഒരു കോൺഗ്രസ് കൈപ്പത്തി ചിഹ്നത്തിലല്ലേ ഇപ്പൊ ഇത്തവണ ജയിച്ചത്, കോൺഗ്രസ്സുകാരിയല്ലേ. അപ്പം ഇനി UDF-ന് ഈ ചോദ്യം ശരിക്കും VD സതീഷിനോട് ചോദിക്കാവുന്ന കാര്യം. അവൾക്കൊപ്പമല്ല, ഞാൻ അവനൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ 3 പരാതികളുടെയും പാറ്റേൺ നോക്കൂ, എല്ലാത്തിലും ഒരേ പാറ്റേൺ ആണ്. അതായത് ലൈംഗിക വൈകൃതം, അതിലപ്പുറം ഒന്നും പറയാനില്ല. അപ്പോൾ അതൊക്കെ പുറത്തു വന്നു, ശബ്ദ സന്ദേശങ്ങൾ കണ്ടു, എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ ചെയ്തു, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി, ഇങ്ങനെയൊക്കെ ചൂഷണം ചെയ്തു. ഈ തെളിവുകൾ ചിലതൊക്കെ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇതൊക്കെ വന്നിട്ടും അവനൊപ്പം ഞാനുണ്ട്, അവൻ ഇതൊക്കെ അതിജീവിക്കാൻ കരുത്ത് നൽകട്ടെ എന്ന് പറയാൻ എങ്ങനെയാണ്? നിലവിൽ അവരിപ്പോൾ കോൺഗ്രസ്സുകാരെയാണ്. അപ്പോൾ കോൺഗ്രസിന് ഇനി ഇതിനുള്ള മറുപടി ശരിക്കും കോൺഗ്രസിന് പറയാൻ പറയേണ്ടതാണ് കോൺഗ്രസ്. ഞാൻ വ്യക്തിപരമായി പറയാം, കാരണം വെച്ചാൽ നമ്മളിപ്പോൾ പരസ്പരമുള്ള പ്രണയങ്ങളോ അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതത്തോടെയുള്ള സ്നേഹബന്ധങ്ങളെ ഒന്നും നമുക്ക് എതിർക്കാനോ അല്ലെങ്കിൽ അതിന് ഒരിക്കലും കഴിയില്ല. കാരണം അങ്ങനെ ഒരു രാജ്യമല്ല, അങ്ങനെ ഒരു ഭരണഘടനയുമല്ല, ഒരു താലിബാനിസമല്ല ഇന്ത്യയിലുള്ളത്. അപ്പോൾ അതൊക്കെ അനുകൂലിച്ച് നിൽക്കുമ്പോൾ ഈ പറയുന്ന ഈ പരമവിദ്വാൻ എന്താണ് ചെയ്തതെന്ന് ആലോചിക്കണം. ഒരു സ്ത്രീകളെ ലോക്ക് ചെയ്യുകയാണ്, അതായത് അവരെ തിരഞ്ഞു പിടിച്ച് അവർ കുടുംബിനിയാണോ എന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം അവരെ തിരഞ്ഞു പിടിച്ച് ലൈംഗിക ഇംഗിതത്തിന് വഴങ്ങുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ടെത്തിക്കുന്നത് മാത്രമല്ല അവരെ അങ്ങേയറ്റത്തും പീഡിപ്പിക്കുകയാണ്. നോക്കൂ, ശരീരം സാമ്പത്തിക ചൂഷണം, ശരീരം വരയുന്നു, തുപ്പുന്നു, അങ്ങേയറ്റത്തെ അസന്മാർഗീയ മാർഗങ്ങളിലൂടെ പോകുന്ന ഒരു വ്യക്തിയെ നോക്കണം, ആലോചിക്കണം. എനിക്കിപ്പോഴും തോന്നുന്നൊരു കാര്യമുണ്ട് ആര്യപ്പി, അതായത് ഈ പറയുന്ന ഈ വ്യക്തിക്ക് ഹെഡ് മാസ്റ്റർമാരുണ്ട്, പിയൂണന്മാരും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവരൊക്കെ ചെയ്യേണ്ടിയിരുന്ന കാര്യം ആദ്യമേ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു തെറ്റ്, ഇങ്ങനെ ഒരു അസന്മാർഗിയാണ്, അബദ്ധസഞ്ചാരിയാണെന്ന് കണ്ട സൂചനകൾ ലഭ്യമായ ആ ദിവസം ഈ വ്യക്തിയെ കൊണ്ടുപോയി ആശുപത്രിയിൽ ചികിത്സിപ്പിക്കണമായിരുന്നു. ഏതെങ്കിലും ഞരമ്പിന് വല്ല കോട്ടമോ ഞരമ്പിന് വല്ല വളർച്ചയോ ഉണ്ടെങ്കിൽ, തെറ്റലുണ്ടെങ്കിൽ അത് പിടിച്ചിടാനുള്ള ബാധ്യതയുള്ള ആളുകളായിരുന്നു. പക്ഷെ അവരൊക്കെയാണ് കൈകൊട്ടി കൊടുത്തത്. ഒറ്റ കാര്യം ആര്യപ്പി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവനവനിലേക്ക് എത്തുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ. ഈ പറയുന്ന ഈ ലക്ഷോപലക്ഷം വരുന്ന കൈകൊട്ടി കളിക്കുന്ന കൈകൊട്ടി പാട്ടുപാടി കൊടുത്തവരൊക്കെ ഉണ്ടല്ലോ, അവരാരും ഇന്ന് ഈ സെല്ലിലില്ല, ഈ സബ് ജയിലിൽ തറയെ കിടക്കാൻ ഈ വ്യക്തി മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യമുള്ളൂ, ഇവരുടെ കൂസലില്ല എന്ന് മാത്രമല്ല. ഇന്നിപ്പം ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഞാനാണ് വാർത്ത വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ദൃശ്യങ്ങൾ കാണുകയാണ്. കേരളത്തിലെ ഒരു MLA ആണ്, എന്നെയും നിങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ച് നമ്മുടെ നിയമ നിർമ്മാണ സഭയിൽ ഇപ്പോഴും ഉണ്ട് രാഹുൽ മാങ്കൂട്ടം പോലും തോൽക്കുന്ന തൊലിക്കെട്ടി. സത്യം, അത് എന്തൊക്കെ ബാനറുകളാണ്. ഇപ്പം രാഷ്ട്രീയ നേതാക്കളെല്ലാം വിശുദ്ധരാണെന്ന അഭിപ്രായം ആർക്കും ഇല്ല. പക്ഷേ ഇത്രയും ജീർണിച്ച ഒരു കോഴി നമ്പർ 1, പിന്നെന്താണ് കാട്ടുകോഴി നമ്പർ 1, ഈ കോഴികളെയൊക്കെ പാവത്തിനൊക്കെ വിട്ടുകളെ. കഴിഞ്ഞ ഒരു സമരത്തിന് കോഴിയെ കൊണ്ടുവന്ന് പറപ്പിക്കുക. കോഴിയൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അവർ മൃഗങ്ങള്. കോഴിയെ കൊണ്ട് താരതമ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ല, കേരളത്തിലെ ഒരു MLA ഇപ്പം നേരത്തെ EV പറഞ്ഞു, നമ്മൾ യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുമ്പം നമ്മൾ നോക്കണം, ആലോചിക്കണമെന്ന്. ഷാഫി പറമ്പിൽ പറഞ്ഞല്ലേ, പാലക്കാടിനെ പറ്റി ഏറ്റവും വലിയ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടാണല്ലോ കൊണ്ടുവന്നത്. അപ്പം ഇപ്പൊ ഷാഫിക്ക് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ശരി പാർട്ടി നടപടി എടുത്തതിനപ്പുറം തനിക്ക് തെറ്റിപ്പറ്റി പോയി എന്നുള്ളൊരു വാക്കൊന്നും ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കേട്ടില്ല. പക്ഷേ അതേസമയം ഈ നിലപാട് ഇപ്പം നമ്മൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ പറ്റി പറഞ്ഞു, സൈബർ ഇടങ്ങളെ പറ്റി പറഞ്ഞു. സർക്കാർ എടുത്ത നിലപാടിനെ കുറിച്ചുകൂടി പറയണം. നമുക്ക് ഇപ്പം നിലപാടുകൾ പല രീതിയിൽ പ്രഖ്യാപിക്കാൻ കഴിയും, നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റും. പക്ഷേ ചേർത്ത് പിടിക്കലിനൊക്കെ അപ്പുറം ഇന്നലെ കേന്ദ്ര സർക്കാരിനെതിരെ നടന്ന ഒരു സമരമാണ്. ആ സമരവേദിയിൽ അതിജീവിത ഫേസ്ബുക്ക് പോസ്റ്റിലിട്ട അവസാനത്തെ വരി, ആ കപ്പിൽ, അത് വലിയൊരു സന്ദേശമാണ്. അതിജീവിതമാർക്കൊപ്പമാണ്, അത് എങ്ങനെയാണ് കൂടെ ഉണ്ടാവുക, എങ്ങനെയാണ് ചേർത്ത് പിടിക്കാൻ ഒരു സർക്കാരിന് കഴിയുക, അതൊരു വലിയ നിലപാട് പ്രഖ്യാപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുമാത്രമല്ല, ഈ സാധാരണ ഈ ബലാത്സംഗ പരാതിയിൽ
പേര് പറയാൻ അല്ലെങ്കിൽ പുറത്തേക്ക് വരാൻ സ്ത്രീകൾക്ക് വലിയ മടിയാണ്. കാരണം അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ പരാതികളൊക്കെ പലപ്പോഴും വൈകാറ്. എങ്ങനെ പറയും, കുടുംബം എങ്ങനെ പ്രതികരിക്കും, കുടുംബം കൂടെ നിൽക്കില്ല, കുടുംബം സുഹൃത്തുക്കളൊന്നും കൂടെ നിൽക്കില്ല. നമ്മൾ ഈ പറയുന്ന പോലെ എളുപ്പമൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് എങ്ങനെ ഈ സമൂഹത്തിൽ ജീവിക്കും, അവരൊക്കെ എന്ത് കണ്ണുകൊണ്ട് നോക്കും, പ്രിയപ്പെട്ടവർ ഉണ്ടാകുമോ, നാളെ എങ്ങനെ ജോലിക്ക് പോകുമോ, കുറേ ചോദ്യമുനയിലേക്ക് പോകും. അതുകൊണ്ട് മറക്കാൻ, പരാതിയുമായി മുന്നോട്ട് വരാനൊന്നും. പക്ഷെ ഇവിടെ നോക്കൂ, കാര്യം മാറുകയാണ്. അതിജീവിതമാർ സ്വന്തം സമൂഹ മാധ്യമങ്ങളിൽ എഴുതാൻ തുടങ്ങുകയാണ് ഇതിനെക്കുറിച്ച്. തുറന്ന സധൈര്യം പറയുകയാണ്. എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ അതിജീവിത അവരുടെ സമൂഹ മാധ്യമത്തിൽ ഇതിനെക്കുറിച്ച് എഴുതുന്നു. അപ്പം ഇനി ഒളിച്ചിരിക്കാൻ, മറഞ്ഞിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന പ്രഖ്യാപനം കൂടിയാണ്. തീർച്ചയായും ഇവിയുടെ ഒരു കാര്യം കൂടി, കാരണം ഈ നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോഴും കൈകൊട്ടുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കണ്ണടച്ചുകൊണ്ട് രാഹുലാണ് ശരി എന്ന് പറയുന്നവരോട് പറയാനായിട്ട് അവനവൻ്റെ കുടുംബത്തിലേക്ക് വരുമ്പോഴേ, കാരണം സ്വന്തം ഭാര്യയ്ക്കോ സ്വന്തം സഹോദരിക്കോ സ്വന്തം മകൾക്കോ സഹോദര മക്കൾക്കോ അവരിലേക്കാണ് ഇത് വരുന്നതെങ്കിൽ ഇവർ കണ്ണുകടച്ചുകൊണ്ട് രാഹുലാണ് ശരി, അവൾ മോശക്കാരി എന്ന് പറയുമോ? ഇത്തരം ആളുകളോട് മുഖ്യമന്ത്രി ഈ അതിജീവിതയുടെ വാക്കുകൾ വെച്ച് പതിപ്പിച്ച ഗ്ലാസ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് സമൂഹത്തിന് സന്ദേശം നൽകുക മാത്രമല്ല ചെയ്യേണ്ടത്, വളരെ സ്റ്റേണായിട്ട് 10 എണ്ണത്തെ പിടിച്ച് അകത്തിടണം. അകത്തിട്ടാൽ മാത്രം കുറച്ച് പേര് അടങ്ങും. ആ നിലയിലേക്ക് ഈ പറയുന്ന സൈബർ വെട്ടിക്കിളി കുട്ടങ്ങളോട് എന്താണ് ഈ യൂണിക്ക് പറയാനുള്ളത്? അല്ല, ഞാൻ പറയുന്നത് 2 കേസുകളിലാണ് ഇപ്പോൾ 2 സ്റ്റാൻഡാണ് ഇപ്പോൾ സർക്കാർ സ്ട്രോങ് ആയി ചെയ്തിരിക്കുന്നത്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റിലേക്ക് പോയി ഉൾപ്പെടെ ശക്തമായ മുൻകൂർ ജാമ്യത്തിന് പോലും അദ്ദേഹത്തിന് ശ്രമിക്കാൻ കഴിയാത്ത വിധം രാഹുലിനെ ഈ കേസിൽ പൂട്ടി. രണ്ടാമത്, ആര്യ പറഞ്ഞതുപോലുള്ളൊരു മെസ്സേജ് മുഖ്യമന്ത്രി കൊടുത്തു. ഇതുകൊണ്ട് പോരാ. രാഹുൽ മാങ്കൂട്ടം സൃഷ്ടിച്ച ഒരു സൈബർ അധോലോകമുണ്ട്. ആ അധോലോകത്തിന് എതിരെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? കാരണം രാഹുൽ മാങ്കൂട്ടം മാത്രമേ അകത്തുള്ളൂ. അദ്ദേഹം സൃഷ്ടിച്ച സൈബർ ലോകം ഇപ്പോഴും പുറത്താണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന, അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ഈ വിഷയത്തിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏറ്റുപാടുന്ന ഒരു സൈബർ അധോലോകം ഇവിടെയുണ്ട്. ആ അധോലോകത്തിനെ നിയന്ത്രിക്കാൻ, ആ അധോലോകത്തിനെയും കൂടി ഇല്ലാതാക്കിയാൽ മാത്രമേ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് അടുത്ത് നീങ്ങാൻ കഴിയൂ. അല്ലെങ്കിൽ ഇതുവരെ എടുത്ത നീക്കങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായും. ഇതിൽ ഒരു കാര്യം കൂടി, ഇപ്പം ഈ രാഹുൽ ഈ 3 പരാതിയും കോടതിയിലേക്ക് വരുമ്പോൾ പറയുന്നൊരു കാര്യം, ഭർത്താവുണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിച്ചതാണെന്ന് അറിയില്ല എന്നുള്ളതാണ് രാഹുലിൻ്റെ ഒരു വാദം. ഇപ്പം ആദ്യത്തെ പരാതി വന്നപ്പം സമൂഹ മാധ്യമ അക്കൗണ്ട് തുറന്നു നോക്കിയപ്പം അവരുടെ കല്യാണ ഫോട്ടോ കാണാൻ കഴിയുന്നു. ഇപ്പം ഇല്ല, ശരി, അന്നുണ്ടായിരുന്നു. MLA ഇത്രയും ഹോൾഡുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അവർ കല്യാണം കഴിച്ചു എന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈ കേസിൽ എന്ന് പറയും, ഇത് സാധാരണ രീതിയിൽ ഒരു സ്ത്രീയും പുരുഷനും എന്നുള്ള രീതിയിലുള്ള കേസാണ്. ഇത് തുടക്കം മുതൽ ഇപ്പോഴും അങ്ങനെ വന്നു. പക്ഷേ ഇത് അങ്ങനെ 2-3 മാനങ്ങളുണ്ട്. ഇത് ഈ ആളുകളെ, ഇരകളെ തിരഞ്ഞെടുക്കുന്നതിൽ, അതിൽ സാമ്പത്തിക, അത് ഒരു കൂട്ടായിട്ടുള്ള ക്രൈമായിട്ടാണ് ഈ സമ്പന്നയായിട്ട് അവരെ തിരഞ്ഞെടുക്കുക, അവരെ ചൂഷണം ചെയ്യുക. അപ്പോൾ ഇതിലെനിക്ക് തോന്നുന്നു ഒരു കാര്യം ആരോപിക്കും, അതായത് ചാനൽ ചർച്ചകളിലൊക്കെ ഇരിക്കണമെങ്കിൽ ഗൃഹപാഠം നടത്തണം, പിന്നീട് ജനങ്ങളുമായിട്ടൊരു MLA ആണ്. ഇത് ബാക്കി ഇതിനൊക്കെ ഇവിടുന്ന് സമയം കിട്ടുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, ഞാൻ അത് മാത്രമല്ല, ഇയാൾ ഒറ്റയ്ക്കല്ല. അതാണ് അതിൻ്റെ ഒരു ഗൂഢാലോചന അവിടെ നടക്കുന്നത് അവിടെയാണ്. ഇന്നലത്തെ ആ 3ാമത്തെ പരാതിയിൽ കൃത്യമായിട്ട്, കാരണം ഇദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരും ഈ ഇരയെ വളഞ്ഞിട്ട് പിടിക്കുന്ന രീതിയിലാണ്. കാരണം അവരുടെ കമ്മ്യൂണിക്കേഷൻ അവിടെയുണ്ട്. ഫ്ലാറ്റ് വാങ്ങാൻ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സഹായികളോടാണ്. അപ്പോൾ ഇതൊരു ആസൂത്രിതമാണ്. ഒരാളെ കണ്ടെത്തുകയും ആസൂത്രിതമായി അവരെ വളഞ്ഞിട്ട് പിടിക്കുന്ന രീതിയിലാണ് 3ാമത്തെ പരാതിയിൽ നിന്ന് നമുക്ക് പുറത്തു നിന്ന് നോക്കും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതല്ലേ. അവസാനമായി എന്താണ് സർക്കാരിന് അടിയന്തരമായി ഈ വിഷയത്തിൽ, കാരണം നിയമപരമായിട്ട് പൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തി, അതിനെ രാഷ്ട്രീയമായിട്ട് ഇടപെടലെന്ന് പറഞ്ഞ് രാഹുൽ അനുകൂലം മുന്നോട്ട് പോകുന്നു. ഈ സൈബർ വിങ്ങിനെ നിയന്ത്രിക്കാൻ നേരത്തെ EB പറഞ്ഞതുപോലെ തന്നെ പുറത്ത് നിൽക്കുന്ന വലിയൊരു അധോലോകമാണ്. അതിലെന്താണ് ഈ പോലീസിന് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പം EB പറഞ്ഞ ഈ സൈബർ ഇടങ്ങൾ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അവിടെ ഇപ്പോഴും അണികളും പോരാളികളും ഒക്കെ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ് രാഹുലേട്ടൻ ഫാൻസായിട്ട്. അത് മാത്രമല്ല, ഈ 3ാമത്തെ പരാതിയിൽ ഒരു ഗുരുതരമായ പരാമർശമുണ്ട്. അത് ചൂരൽമലയെക്കുറിച്ചാണ്. ചൂരൽമല അല്ലെങ്കിൽ മലയാളികൾ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തമാണ്. അതിൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് ലക്ഷങ്ങൾ പിരിച്ചിട്ടുണ്ട്. 88 ലക്ഷമാണ് ഔദ്യോഗികമായ കണക്ക്. എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല. കണക്കും ആപ്പും ഒന്നും ഇപ്പോൾ പുറത്തില്ല. അതിൻ്റെ പേരിൽ പോലും പണം ഈ അതിജീവിതയുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇപ്പം
വീട് എവിടെ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് എന്ന് ചോദിക്കുമ്പോൾ 30 വീടുകളുടെ കണക്ക് ഇപ്പോൾ ആർക്കും പറയാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒഴിഞ്ഞ സമയത്ത് ഞാൻ പഴയ അധ്യക്ഷനാണ്, പുതിയ അധ്യക്ഷൻ വന്നപ്പോൾ പഴയ അധ്യക്ഷനാണ് പിരിച്ചത്. ആരോട് ചോദിക്കണം? അപ്പം ആ ചൂരൽമലയുടെ പേരിൽ പോലും ഇപ്പം ഈ വിഷയം വന്നപ്പോൾ രാഹുലിനെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് പുറത്താക്കി, ഇറങ്ങിപ്പോക്കോളാൻ അവിടെയുള്ള ഫ്ളാറ്റ് അസോസിയേഷനുകാർ പറഞ്ഞു. പിന്നെ അതിനുശേഷം പാലക്കാട് പോയപ്പോഴൊക്കെ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത KPM റീജൻസിയിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മുടെ ഇലക്ഷൻ്റെ സമയത്തൊക്കെ നമ്മുടെ മാധ്യമപ്രവർത്തകർ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ നീലപ്പെട്ടി സമയത്തൊക്കെ 3000-4000 രൂപ അവിടെ പെർ ഡേ റൂമിന് റെന്റ് ഉണ്ട്. എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനൊക്കെ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഈ ചൂരൽമലയുടെ ഫണ്ട് എവിടേക്ക് പോയി? ഈ അഭിഭാഷകർ ഇത്രയും കേരളത്തിലെ ഏറ്റവും വലിയ അഭിഭാഷകർക്ക് എവിടെ നിന്നാണ് ഈ പണം കൊടുക്കുന്നത്? അത് അപ്പം സർക്കാർ ആ വിഷയം കൂടി, അതായത് ചൂരൽമലയിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടേക്ക് പോയി, അത് ഏത് അക്കൗണ്ടിലേക്കാണ് പോയത്, എത്ര പണം പിരിച്ചു, റെസീറ്റ്, ചലഞ്ച് എന്തൊക്കെയോ നടത്തിയല്ലോ, അതിൻ്റെയൊക്കെ രേഖകൾ സാധാരണക്കാരായ മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടി മലയാളികൾ ഒന്നിച്ച, കേരളം ഒറ്റക്കെട്ടായി നിന്നൊരു സമയമാണ്. അതിനെ കൂടി ഇതിനു വേണ്ടി സ്വന്തം ലൈംഗിക വൈകൃതത്തിന് വേണ്ടി ഉപയോഗിച്ചോ എന്ന് കൂടി സർക്കാർ പരിശോധിക്കും. തീർച്ചയായും. അപ്പോൾ ഈ സർക്കാരിന്റെ നീക്കത്തിനും നിലപാടുകൾക്കും ഒപ്പം തന്നെയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ്, അതുപോലെ തന്നെ ഇരകൾക്കും ഒപ്പം തന്നെയാണ് ഈ സെക്ഷൽ പ്രെഡേറ്ററിനെ, ഈ അധമനായിട്ടുള്ള അബദ്ധസഞ്ചാരിയെ പൂട്ടാനുള്ള വഴികൾക്കൊപ്പം തന്നെ ഈ സൈബർ വെട്ടിക്കിളിക്കൂട്ടങ്ങളെ, ഇരകളെ വേട്ടയാടുന്ന അധോലോക സംഘത്തെ കൂടി നിയന്ത്രിക്കാനുള്ള ശക്തമായ നിലപാട് ഈ സർക്കാർ സ്വീകരിക്കണം.